ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അബുദാബി പോയിട്ടുള്ളത്. ആ ദിവസം തന്നെ അവിടെ പുതുതായിട്ട് ഓപ്പൺ ആക്കിയ അമ്പലത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ അമ്പലത്തിലെ ഒരു വ്യൂ, അതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒരു തവണയെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. എന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുറമേ ഈ അമ്പലം കാണാൻ ഇതാണ് വ്യൂ. നല്ല കാം ആൻഡ് ക്വയറ്റ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾ ഒരു തവണയെങ്കിലും യു എയിലുള്ളവരാണെങ്കിൽ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക, അത്രയും മനോഹരമാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഇത്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു വാളിനകത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ആ അമ്പലത്തിൻ്റെ ഓരോരോ പ്രത്യേകതകൾ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. മാർച്ച് 1 തൊട്ടാണ് ഈ ഒരു മന്ദിർ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഈ മന്ദിർ നിൽക്കുന്നത് 27 ഏക്കേഴ്സ് ലാൻഡിലാണ്. ഈ ലാൻഡ് അബുദാബി ക്രൗൺ പ്രിൻസായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹിയാൻ കൊടുത്തതാണ്. ഈ മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് സാൻഡ് സ്റ്റോണും ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളും ഉപയോഗിച്ചാണ്. നമ്മൾ ഇതിനുള്ളിൽ കയറുമ്പോൾ മാർബിൾ തീർത്ത ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ ശിവൻ, പാർവതി, കൃഷ്ണൻ, രാധ, അയ്യപ്പൻ അങ്ങനെ ഒരുപാട് ആരാധനാമൂർത്തികളുടെ വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ മന്ദിർ ഉണ്ടാക്കിയിരിക്കുന്നത് 25,000 പീസസ് ഓഫ് സ്റ്റോൺസ് വെച്ചിട്ടാണ്. അതുമാത്രമല്ല ഇന്ത്യയിലെ പ്രഗത്ഭരായ ആർട്ടിഷ്യനിസ്റ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ മന്ദിറിലെ ഓരോ തൂണിലായാലും ഓരോ സ്ഥലത്തും നമുക്ക് എന്താണ് വെറും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ കൊത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം തന്നെ ഇതിനകത്ത് ഞാൻ പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ വാളിലും കൊത്തി വെച്ചിട്ടുള്ള രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാക്കാൻ പറ്റും ഈ വീഡിയോ കാണുന്നതിലൂടെ. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ ഉള്ള ആരാധനാമൂർത്തികളുടെ ആ വിഗ്രഹങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് വീഡിയോ എടുക്കരുതെന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ പല യൂട്യൂബേഴ്സിൻ്റെ ചാനലിലും ഞാൻ ആ വിഗ്രഹങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പുറമേ ഉള്ള കാഴ്ചയും പിന്നെ വെളിയിൽ നിന്ന് നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോയിലുള്ള ഓരോ തൂണിലായാലും അവർ ചെയ്തിരിക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൊത്തി വെച്ചിരിക്കുന്ന കണ്ടോ, അത് എന്ത് രസമാണ് കാണാൻ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്ന ആ വോയിസ് ഒന്നും കട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം ആ അമ്പലത്തിൽ പോയ ആ ഒരു പ്രതീതി ഉണ്ടല്ലോ, അത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ്. പിന്നെ ഞങ്ങൾ നല്ല ഉച്ച സമയത്താണ് വന്നത്. ആ സമയത്ത് വന്നിട്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ അമ്പലം കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മന്ദിറിലേക്ക് നമ്മൾ കടക്കുമ്പം തന്നെ അവിടെ ഷൂ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പ്ലേസ് ഉണ്ട്. നമ്മൾ അവിടെ ഷൂ ഒക്കെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ അമ്പലത്തിലേക്ക് കയറുന്നത്. കുറേ പടികൾ ചവിട്ടിയാണ് ഇതിലേക്ക് കയറുന്നത്. പക്ഷേ ആ
ആ വെയിലത്തും നമുക്ക് ആ വെള്ള ആ ഒരു മാർബിളിനകത്ത് ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാലൊന്നും പൊള്ളുന്നില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വന്നിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പോൾ ഇതാണ് മാർബിളിനകത്ത് കൊത്തി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ അമ്പലത്തിൻ്റെ ഉൾഭാഗം ഫുള്ള് എന്ന് വെച്ചാൽ ആ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ ഉൾഭാഗം ഫുള്ള് ഈ മാർബിളിനകത്താണ് ഓരോന്നും കൊത്തിവെച്ചിരിക്കുന്നത്. ഓരോ ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങളും അവിടെ നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു വർക്ക് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അത്രയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അത് ഭംഗിയാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഉള്ളിലെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ഈ മാർബിളിനകത്താണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെ രൂപങ്ങൾ കൊത്തി വെച്ചിരിക്കുന്നത്. നല്ല രസമാണ് ഇത് കാണാൻ. കാണുന്നത് റെസ്റ്റ് റൂമും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ മോഡലിൽ തന്നെയാണ് അവർ ഷൂ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റൂമും പണിയടിച്ചേക്കുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളവും പിന്നെ ആ കാണുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഷോപ്പുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അമ്പലത്തിലെ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഇവിടെ ഈ മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളത് അടിക്കുന്ന കണ്ടപ്പോൾ ഞാനും അതിനകത്തൊക്കെ ഒന്ന് ബെല്ലടിച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. ആ തിരിച്ചിറങ്ങുന്ന സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് പ്രസാദവും തരുന്നുണ്ട്. അങ്ങനെ പ്രസാദവും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങുമ്പോഴും ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ തന്നെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും.